dears, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണല്ലേ. ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. നെയിം ദ സോഴ്സസ് ഫ്രം വിച്ച് ദ ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻ. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ലിറ്റ്മസ് സൊല്യൂഷൻ ഒക്കെ പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ലിറ്റ്മസ് പേപ്പർ എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയോ? ദ ലിറ്റ്മസ് ഈസ് എ ഡൈ മെയ്ഡ് ഫ്രം എക്സ്ട്രാക്ട് ലൈക്കൻസ് വിച്ച് ഗ്രോ ഓൺ ദ ട്രീ ഓർ റോക്ക്. ഈ ലൈക്കൻസ് എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പായൽ പോലെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ലൈക്കൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ലിറ്റ്മസ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ചിങ് ദിയർ കളർ അല്ലേ. ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ചുവപ്പ് നീലി ആവുകയാണെങ്കിൽ, ബ്ലൂ റെഡ് ആവുകയാണെങ്കിൽ, റെഡ് ബ്ലൂ ആവുകയാണെങ്കിലൊക്കെ നമുക്ക് അതിന്റെ കളർ ചേഞ്ച് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൻ ഈസ് അപ്ലൈഡ് ഓൺ പേപ്പർ ടു മേക്ക് ദ ലിറ്റ്മസ് പേപ്പർ ആൻഡ് ഡിസോൾവ് വിത്ത് വാട്ടർ ടു മേക്ക് ലിറ്റ്മസ് സൊല്യൂഷൻ അല്ലേ. ലിറ്റ്മസ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതാണ്. ആ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൻസ് നമ്മളൊരു പേപ്പറിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ലിറ്റ്മസ് പേപ്പർ ആൻഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സ് അത് അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ലിറ്റ്മസ് സൊല്യൂഷൻസ് ലൈക്കൻസിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ലൈക്കൻ LL എന്ന് പഠിച്ചു വെക്കുക. LL ലിറ്റ്മസ് പേപ്പർ ലൈക്കൻ LL L സ്ക്വയർ പഠിച്ചു വെച്ചോ. ആൻഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ടു ഫൈൻഡ് അസിഡിക് ഓർ ബേസിക്. ആസിഡ് ആണോ ബേസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ലിറ്റ്മസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. രണ്ടും നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് ദി ഡിസ്റ്റിൽഡ് വാട്ടർ അസിഡിക് ബേസിക് ഓർ ന്യൂട്രൽ? ഹൗ വുഡ് യു വെരിഫൈ ഇറ്റ്? ഡിസ്റ്റിൽഡ് വാട്ടർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം അത് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ? എപ്പോഴെങ്കിലും നിങ്ങൾ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടാ നല്ല മണം എന്ന് പറയാറുണ്ടോ? ഇല്ലാലോ. വെള്ളം എന്ന് പറയുന്ന സാധനത്തിന് നിറോ മണോ രുചിയോ എന്തെങ്കിലും ഉണ്ടോടാ? ഒന്നുമില്ല. ദാറ്റ് മീൻസ് അത് ന്യൂട്രൽ ആണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വികാരം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ന്യൂട്രലാണ്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ എന്ന വാല്യൂ കേട്ടോ. 7 ആണ് ന്യൂട്രൽ. അതിന്റെ താഴത്തോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ടേസ്റ്റ് മാറി. എന്ത് ടേസ്റ്റാണെന്നറിയാം? എന്ത് ടേസ്റ്റാ അത്? സോർ ടേസ്റ്റ് മീൻസ് അസിഡിക് ആണ് താഴത്തോട്ട് വരുമ്പോൾ. ഇനി ഇവിടുന്ന് മുകളിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ബിറ്റർ ടേസ്റ്റ്. ദാറ്റ് മീൻസ് അത് കയപ്പാണ് അല്ലേ. അപ്പൊ ആൽക്കലൈൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ 7 എന്ന് പറയുന്ന ന്യൂട്രൽ, ഒരു വികാരം ഇല്ലാതെ നിൽക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ വാട്ടർ എന്ന് പറഞ്ഞ ആൾക്ക് നോ കളർ നോ ഓഡർ ഒന്നുമില്ല, ടേസ്റ്റ്ലെസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ന്യൂട്രൽ ആണെന്ന് പറയാം. അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 7 അപ്പിലോട്ട് പോവുകയാണെങ്കിൽ 7 to 14 ആണെങ്കിൽ അത് ആൽക്കലൈൻ ആയിരിക്കും. താഴത്തോട്ട് വരികയാണെങ്കിൽ അത് ബേസ് അസിഡിക് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്ന ന്യൂട്രൽ നേച്ചർ ആണ്. ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് റെഡ് ലിറ്റ്മസ് പേപ്പറിലോ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിലോ എന്തിൽ ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആളെന്ന് പറയുന്നത് ഒരു വികാരവും ഇല്ലാതെ നിൽക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. അൺചേഞ്ച്ഡ് ആയിട്ടുള്ള കളർ ചേഞ്ച് ആയിരിക്കും ഏതിൽ ടെസ്റ്റ് ചെയ്താലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിന്റെയും ബേസിന്റെയും ഡിഫറൻസ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, എങ്കിലും നമ്മൾക്കത് പറയണല്ലേ. എന്ത് ടേസ്റ്റാണ് ഞാൻ കാണിച്ച പോലെ തന്നെ ആസിഡ് ഒരു ലെമൺ നിങ്ങൾക്ക് തന്നിട്ടാൽ നിങ്ങളോട് എക്സ്പ്രഷൻ ഇടാൻ നിങ്ങളുടെ സോ ടേസ്റ്റ് പുളിയാണെന്ന് പറയൂ അല്ലേ. ആൻഡ് ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൾഗേറ്റ് ഞാൻ ഇട്ടിട്ട് അഥവാ നിങ്ങൾ അത് കഴിച്ചു വിചാരിച്ചോ, അപ്പൊ എന്ത് ടേസ്റ്റ് നിങ്ങൾക്ക് ഒരുമാതിരി കയപ്പ്, ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ബേസിന് ബിറ്റർ ടേസ്റ്റ്, ആസിഡിന് സോ ടേസ്റ്റ്. ആൻഡ് ആസിഡ് എന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് ABR എന്ന് മക്കൾ പഠിച്ചു വെച്ചോ. ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു. ദ ബേസ് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അല്ലേ. ആൻഡ് ഇവിടെയാണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. RBB അല്ലെങ്കിൽ RB സ്ക്വയർ എന്ന് പഠിച്ചു വെച്ചോ. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആകുന്നു ബേസിൽ. അപ്പൊ രണ്ടും ഒരു ഇക്വേഷൻ വെച്ച് പഠിച്ചാൽ മറന്നേ പോവില്ല. റെഡി. ആൻഡ് ആസിഡ് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് ആൻഡ് ബേസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആസിഡ് ഡു നോട്ട് ചേഞ്ചസ് ദ കളർ ഓഫ് ടേമറിക്കില് കളർ ചേഞ്ച് കാണിക്കില്ല. ബേസ് ടേമറിക്കില് റെഡ് കളറായിട്ട് മാറുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനിയും നിങ്ങൾക്ക് ഡിഫറൻസുകൾ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ വൈ എന്നാണ്. ആൻഡ് അന്റാസിഡ് ടാബ്ലറ്റ് ഈസ് ടേക്കൺ വെൻ യു സഫർ അസിഡിറ്റി. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് അസിഡിറ്റി വരുമ്പോൾ യൂസ് ചെയ്യുന്നത്? ആൻഡ് കെലമൈൻ സൊല്യൂഷൻ ഈസ് അപ്ലൈഡ് ഓൺ ദ സ്കിൻ വെൻ ദ ആൻഡ് ബൈറ്റം. അത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കടാ?
ഊഹിച്ചോക്ക. അന്റാസിഡ് ടാബ്ലറ്റ് നമുക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അന്റാസിഡ് അല്ലേ, അന്റാസിഡുകൾ കഴിക്കുന്നുണ്ടാവാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കരമായിട്ട് വയറിൻ്റെ അവിടെ നിന്ന് ഒരു ഇടിച്ചിലും അതുപോലെ ഭയങ്കര നെഞ്ചിൻ്റെ അവിടെയൊക്കെ വേദനയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അസിഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ് വന്നത് എന്നല്ലേ. അസിഡിറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് അന്റാസിഡ്സ് എന്ന് പറയുന്നത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റിക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. പോരാത്തതിന് നമ്മുടെ ബോഡിക്കകത്ത് HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളാണ് നമ്മളെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഒരു ബിരിയാണി കഴിച്ചു ദഹിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ HCl അത് റിയാക്ട് ചെയ്യിപ്പിച്ച് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ്. പക്ഷെ ചില ആളുകളിൽ ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആളുകൾ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും? അസിഡിറ്റിക്ക് കാരണമാവും. അബ്ഡോമിനൽ പെയിൻ, നമുക്ക് അടിവയറ്റിലൊക്കെ ഭയങ്കര വേദന, ഹാർട്ട് ബേൺ ആകുന്നത് പോലെ, നോസിയ, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമ്മുടെ അസിഡിറ്റിക്ക് ഉണ്ട്. അത് വരുന്ന സമയത്താണ് നമുക്ക് അന്റാസിഡ് എഴുതി തരുന്നത്. കാരണം എന്താണ്? ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ, അതിനൊന്നും അല്ലാതെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം കഴിക്കണം. അന്റാസിഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളെ കഴിച്ചാൽ മാത്രമേ നമുക്കത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അന്റാസിഡ് ടാബ്ലറ്റ്സ്. കണ്ടോ, ബേസ് ആയിട്ടുള്ള അന്റാസിഡ് ടാബ്ലറ്റ്, അത് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നാണ് അതിനെ പറയുന്നത്. ലൈക്ക് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ ഒക്കെ പോലെയുള്ള ബേസ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ അസിഡിറ്റി വരുന്ന സമയത്ത് എപ്പോഴും അന്റാസിഡ് കഴിക്കുന്നത്. റെഡി അല്ലേടാ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഉണ്ടായിരുന്നു. കെലമൈൻ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു സ്കിന്നിൽ വെൻ ആൻറ്റ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉറുമ്പ് കടിക്കുന്ന വേദന. എല്ലാവരും പറയുന്ന, എടാ നീ എന്തിനാടാ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുമ്പോൾ പറയും എന്തിനാടാ കറിയുന്നേ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഇല്ലായിരുന്നു. പക്ഷെ ഉറുമ്പ് കടിക്കുന്നത് ഒരു വേദന തന്നെയല്ലേ? ആൻറ്റ് ബൈറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വേദന തന്നെയല്ലേ? ഒരുപാട് ഉറുമ്പ് കടിച്ച് നമ്മുടെ അവസ്ഥ എന്താ? ഇവിടെയൊക്കെ തടുത്ത് പോവുക അല്ലേ. സോ ആൻറ്റ് ബൈറ്റ് ചെയ്യുമ്പോൾ വേദന വരാനുള്ള റീസൺ എന്താ? അത് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോമിക് ആസിഡ്. നമ്മുടെ ബോഡിയിലോട്ട് ഇൻജസ്റ്റ് ചെയ്യുന്നത് ഈ ഫോമിക് ആസിഡ് ആയതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, പെയിന് വരുന്നത്, നമുക്ക് ഭയങ്കര വേദന വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ചെയ്യുന്ന സമയത്ത് ഫോമിക് ആസിഡ് ഇൻജസ്റ്റ് ചെയ്യാണ്. അതിനെ നമുക്ക് ചെറുക്കണം എന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് ഓപ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കലമൈന, അതിനകത്ത് സിങ്ക് കാർബണേറ്റും ബേസിക് നേച്ചറായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആസിഡ് വന്നാൽ ബേസ് വന്നാലേ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ആളുകൾ വന്നാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. സോ ആസിഡ് കൂടിയെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കണമെങ്കിൽ ബേസ് തന്നെ യൂസ് ചെയ്യണം. സോ കലമൈൻ സൊല്യൂഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കലമൈൻസ് എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോമിക് ആസിഡ്, ബ്രിങ് ദ റിലീഫ് ഓഫ് ദ എഫക്റ്റഡ് പേഴ്സൺ. നിങ്ങൾ പലപ്പോഴും പല രീതിയിലുള്ള കാലമൻസ് യൂസ് ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? മിസ് ഒന്ന് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉറുമ്പിൻ്റെ ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ തടുപ്പൊക്കെ ഒന്ന് കുറയുമെന്നാണ് പറയുന്നത്. റെഡി അല്ലേടാ? സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ. സോ അതുവരേക്കും ബൈ. സീ യു ഡേയ്സ്. ബൈ.